math.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം സെറ്റുകളെക്കുറിച്ചാണ്. തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? എന്താണ് സെറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് പുതിയ തരം സെറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് എം ടി സെറ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് +1 പ്രസൻ്റ്ലി സ്റ്റഡിയിങ് ഇൻ എ സ്കൂൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ സെറ്റ് എങ്ങനത്തെ കളക്ഷനാണ്? ഒരു സ്കൂളിൽ +1 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കളക്ഷൻ. അങ്ങനത്തെ ഒരു കളക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ബി എന്ന് പറഞ്ഞ സെറ്റ് എന്താണെന്ന് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് പ്രസൻ്റ്ലി സ്റ്റഡിയിങ് ഇൻ ബോത്ത് ക്ലാസ് 10th ആൻഡ് +1. എന്താണ് ഇവിടുത്തെ കളക്ഷൻ? +1ലും 10th പഠിക്കുന്ന +1ലും 10th പ്രസൻ്റ്ലി പഠിക്കുന്ന കുട്ടികളുടെ കളക്ഷൻ. അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കുമോ? അതായത് ഏതെങ്കിലും ഒരു കുട്ടി അറ്റ് എ ടൈം 2 ക്ലാസ്സിൽ പഠിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ കളക്ഷനിൽ എലമെൻറ്റുകൾ വരുമോ? സ്റ്റുഡൻസ് വരുമോ? വരില്ല. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു എലമെൻറ്റുകളും ഇല്ല. വെറും ഒരു ജസ്റ്റ് ഒരു സെറ്റ്, ഒരു എലമെൻറ്റും അതിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിനാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഇസ് കോൾഡ് ദ എം ടി സെറ്റ് ഓർ ദി നൾ സെറ്റ് ഓർ ദി വോയിഡ് സെറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും കണ്ടെയ്ൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എം ടി സെറ്റ്. എം ടി സെറ്റിനെ തന്നെ നൾ സെറ്റ് അഥവാ വോയിഡ് സെറ്റ് എന്നും പറയാം. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് ലെറ്റർ 5 വെച്ചിട്ട്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 വെർ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ സെറ്റ് എങ്ങനത്തെ കളക്ഷനാണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സ് എവിടെയാണുള്ളതിരിക്കുന്നത്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഒരു നാച്ചുറൽ നമ്പർ. അങ്ങനെ ഒരു നാച്ചുറൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? 1, 2, 3 അങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ എ എന്താണ്? എം ടി ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്താ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x² - 2 = 0 ആൻഡ് എക്സ് ഈസ് റാഷണൽ നമ്പർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിയിലെ സെറ്റിൽ എങ്ങനത്തെ എക്സുകളായിരിക്കും ഉണ്ടാവേണ്ടത്? x² - 2 = 0 ആവുന്ന എക്സ്, ആ എക്സ് റാഷണൽ നമ്പറും ആയിരിക്കണം. അപ്പോൾ നമുക്ക് x² - 2 = 0 ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? x² = 2 ആൻഡ് x ± √2. √2 റാഷണൽ നമ്പർ ആണോ എന്നാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. റാഷണൽ നമ്പർ ആണോ? റാഷണൽ നമ്പർ ആവണമെങ്കിൽ p/q ഫോമിൽ എഴുതണം. വേർ p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് q ഈസ് നോട്ട് ഈക്വൽ ടു 0. √2നെ നമുക്ക് അങ്ങനെ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ √2 റാഷണൽ നമ്പർ അല്ല, അതൊരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ സെറ്റിലും ഒരു എലമെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ബി എം ടി സെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, C ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. എന്താ പറഞ്ഞിരിക്കുന്നത്? സിയിലുള്ള എക്സുകൾ എങ്ങനത്തെ എക്സുകളായിരിക്കണം? 2വിനേക്കാൾ വലിയ ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം. പ്രൈം നമ്പേഴ്സ് എന്താണ്? അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? 2, 3, 5, 7 അങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനാണല്ലോ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ 2നേക്കാൾ വലിയ ഈവൻ പ്രൈം നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. 2 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇല്ല. ഗ്രേറ്റർ ദാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2നേക്കാൾ വലിയ ഈവൻ പ്രൈം നമ്പർ ഉണ്ടോ? അതിനേക്കാൾ വലിയ ഈവൻ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3, 5, 7 അങ്ങനെയല്ലേ? അപ്പോൾ അതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. ഒള്ളി ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞ സെറ്റിൽ എലമെൻറ്റുകളില്ല. സോ സിയും എന്താണ്? എം ടി സെറ്റാന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഡി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x² = 4 വെർ എക്സ് ഈസ് ഓഡ്. എന്താണ് ഡി എന്ന് പറഞ്ഞ കളക്ഷൻ? x² = 4 ആവുന്ന എക്സുകളുടെ കളക്ഷനാണ്. ആ എക്സ് ഓഡ് ആയിരിക്കണം. അപ്പോൾ x² = 4. അപ്പോൾ എക്സ് എന്താ വരിക?
പ്ലസ് ഓർ മൈനസ് 2 അല്ലേ വരിക? എക്സ് പ്ലസ് ഓർ മൈനസ് 2 ഓഡ് നമ്പർ ആണോ? അല്ല, ഈവൻ നമ്പർ ആണ്. സോ ഒരു എലമെൻറ്റ് ഡിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡി യു എന്താണ്? എം ടി സെറ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇപ്പോൾ എം ടി സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആ സെറ്റിൽ ഒരു എലമെൻറ്റുകളും ഇല്ലെങ്കിൽ ആ സെറ്റിനെ നമുക്ക് എം ടി സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് സെറ്റും എന്തായിരിക്കും? ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അത് എം ടി സെറ്റാണ്. അപ്പോൾ എലമെൻറ്റ്സ് വെച്ച് തന്നെയായിരിക്കും ഈ സെറ്റും പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സാണ് ഉള്ളതെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഫൈനൈറ്റ് എന്ന് പറയാം. അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് 3 സെറ്റുകൾ വെച്ചിട്ട് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് ആണോ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെറ്റ് 1, 2, 3, 4 and 5. ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ ആൻഡ് ജി. സി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? മെൻ ലിവിങ് പ്രസൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ സെറ്റുകളൊക്കെ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു സെറ്റിൽ ഫൈനൈറ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിലുള്ള നമ്പേഴ്സ് ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇത് സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ നോക്കാം. എസ് എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുകയാണ്. ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ ഓഫ് എസ്. എന്താണ് എൻ ഓഫ് എസ്? എൻ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത് എത്രയാണെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്പർ ഓഫ് ഒരു സെറ്റ് എസ്സിലെ എസ്, അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, അതായത് ഒരു എണ്ണൽ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഒരു നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അത് ഒരിക്കലും എം ടി ആവില്ല. അപ്പോൾ അത് നോൺ എം ടി ആണ്, എണ്ണാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 എ ബി സി എന്ന് പറഞ്ഞ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? എൻ ഓഫ് എ എത്രയാണ്? 5. എൻ ഓഫ് ബി ഈക്വൽ ടു 6 ആൻഡ് എൻ ഓഫ് സി എന്ന് പറയുന്നത് സി എന്താണ്? മെൻ ലിവിങ് പ്രസൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. വേൾഡിൽ ഡിഫറെൻറ്റ് പാർട്സിൽ, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉള്ള പുരുഷന്മാരുടെ കളക്ഷനാണ് സി എന്ന് പറയുന്നത്. അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, പക്ഷെ കുറച്ച് വലിയ ഫൈനൈറ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ എൻ ഓഫ് സി സിക്കിൾ സം ഫൈനൈറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ ഓഫ് എസ് വെച്ചിട്ട്. ഓക്കെ, ഇനി ഫൈനൈറ്റിൻ്റെയും ഇൻഫൈനൈറ്റിൻ്റെയും ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A set which is empty or consists of a definite number of elements is called finite. Otherwise the set is called infinite. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സെറ്റ് എം ടി ആയിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു നിശ്ചിത നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഫൈനൈറ്റ് എന്ന് പറയാം. അഥവാ നിശ്ചിത നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സെറ്റ് എം ടി അല്ലെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഇൻഫൈനൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റിൻ്റെയും ഫൈനൈറ്റിൻ്റെയും 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡബ്ല്യു ബി ദ സെറ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വീക്കിലുള്ള ദിവസങ്ങളുടെ കളക്ഷനാണ് ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിൽ 7 ദിവസമുണ്ട്. അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? 7 എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ ഡബ്ല്യു എന്ന് പറഞ്ഞ സെറ്റ് ഫൈനൈറ്റ് സെറ്റാണ്. ഇനി അടുത്തത്, എസ് ബി ദ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റാണ് എന്ത്? എസ്. അത് ഫൈനൈറ്റ് ആയിരിക്കുമോ ഇൻഫൈനൈറ്റ് ആയിരിക്കുമോ? അങ്ങനെ അത് പറയണമെങ്കിൽ നമുക്ക് ആദ്യം സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 16ൻ്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. അപ്പോൾ നമുക്ക് എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? -4ഉം +4ഉം. അപ്പോൾ എസ് എന്താണ്? 2 എലമെൻ്റ് ആണ് ഉള്ളത്, അത് ഫൈനൈറ്റ് ആണ്. സോ എസ് എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ജി ബി ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈനിലുള്ള പോയിൻറ്റുകളുടെ കളക്ഷൻ ഫൈനൈറ്റ് ആയിരിക്കുമോ ഇൻഫൈനൈറ്റ് ആയിരിക്കുമോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുക. അതിൽ ഏതെങ്കിലും 2 പോയിൻറ്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 0ഉം 1ഉം മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് 1/2 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇനി 0ഉം 1/2ഉം കൺസിഡർ ചെയ്യുകയാണ്, അതിൻ്റെ ഇടയിൽ വേറെ 1/4 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഏത് 2 നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഫൈനൈറ്റ് ആയിരിക്കുമോ? എത്ര എണ്ണിയാലും തീരില്ല. അപ്പോൾ അതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. സോ ഒരു
സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ എ ലൈൻ എന്ന് പറയുന്ന സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് എപ്പോഴും ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. വെൻ വി റെപ്രസെൻറ്റ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് ഇൻ റോസ്റ്റർ ഫോം, ഒരു ഇൻഫൈനൈറ്റ് സെറ്റിനെ ഒരു റോസ്റ്റർ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ആ ഇൻഫൈനൈറ്റ് സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ അതിലത്തെ എലമെൻറ്റ്സിനെ എഴുതും? കുറച്ച് എലമെൻറ്റ്സ് എഴുതിയിട്ട് ബാക്കി നമുക്ക് ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? എല്ലാ എലമെൻറ്റ്സും നമുക്ക് എഴുതാൻ പറ്റില്ല, ഇൻഫൈനൈറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ എവിടം വരെ പോകും? എല്ലാ എലമെൻറ്റ്സും നമുക്ക് എഴുതാൻ പറ്റുമോ? അതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ ആദ്യം എഴുതുക, സെപ്പറേറ്റഡ് ബൈ കോമ. അതിനുശേഷം ഒരു 3 ഡോട്ട് കൂടി ഇടുക. അങ്ങനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു നോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ റോസ്റ്റർ ഫോമിൽ? സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ റിയൽ നമ്പർ, അതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ വേർഷൻ. ഇനി റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? അത് എഴുതാൻ പറ്റില്ല. കാരണം ഏത് പോയിൻറ്റ്സ് എടുത്ത് അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ല. കാരണം എന്താണ്? ഏത് 2 പോയിന്റ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ 0, 1 തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയുമോ? അറിയില്ല. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതിന് റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ എം ടി സെറ്റ് എന്താണ് പഠിച്ചു, ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഈക്വൽ സെറ്റ് എന്താണെന്ന് നോക്കാം. ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സാധനങ്ങൾ എപ്പോഴാണ് ഈക്വൽ എന്ന് പറയുക? അത് ഒരേ സ്വഭാവം കാണിക്കുമ്പോൾ, അങ്ങനെയാണല്ലോ. അപ്പോൾ 2 സെറ്റ് എപ്പോഴാണ് ഈക്വലാന്ന് പറയുക? നോക്കാം നമുക്ക്. 2 sets A and B are said to be equal if they have exactly the same elements and we write A equal to B. Otherwise they are unequal. We write A not equal to B. അതായത് 2 സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിന് ഈക്വൽ എന്ന് പറയണമെങ്കിൽ ആ 2 സെറ്റിലും സെയിം എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ സെറ്റുകളെ പറ്റി, എം ടി സെറ്റ് ആയാലും ഫൈനൈറ്റ് സെറ്റ് ആയാലും ഇൻഫൈനൈറ്റ് സെറ്റ് ആയാലും അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതിലെ എലമെൻറ്റ്സിന് വെച്ചിട്ടാണ് നമ്മളത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എം ടി ആണോ എന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ 2 സെറ്റ് ഈക്വലാന്ന് പറയുകയാണെങ്കിൽ ആ 2 സെറ്റിലും സെയിം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ സെയിം എലമെൻറ്റ്സ് അല്ല ഉള്ളതെങ്കിൽ ആ സെറ്റ് എന്താണ്? അൺഈക്വൽ ആണ്, ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആൻഡ് 4 ആൻഡ് ബി ഈക്വൽ ടു 3, 1, 4, 2. ഈ 2 സെറ്റും ഈക്വൽ ആണോ? ഈക്വൽ ആണ്. സെറ്റിന് ഒരു പ്രത്യേക ഓർഡർ ആവശ്യമില്ല, എല്ലാ എലമെൻറ്റ്സും ഉണ്ടായാൽ മതി. അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സെറ്റിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ എയും ബി ഇവിടെ എന്താണ്? ഈക്വൽ ആണല്ലോ. ഇനി അടുത്തത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6 ആൻഡ് പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് 30. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സെറ്റ് തന്നിട്ടുണ്ട്, ആ സെറ്റ് ഈക്വൽ ആണോ നമുക്കിനി നോക്കണം. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ എന്താണ്? ഫസ്റ്റ് സെറ്റ് എന്തിൻ്റെ കളക്ഷനാണ്? 6നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ പ്രൈം 6നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കതിന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഏതൊക്കെയാണ് വരിക? 2, 3 ആൻഡ് 5 അല്ലേ? 6നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം 5ഉം അല്ലേ? ഇനി പി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? 30ൻ്റെ പ്രൈം ഫാക്ടറുകളുടെ കളക്ഷനാണ്. അപ്പോൾ 30ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 30, 2, 15, 3, 10, 5, 6. ഇത്രയാണ് 30ൻ്റെ ഫാക്ടേഴ്സ്. ഇതിൽ പ്രൈംസ് മാത്രം നോക്കുക, ഏതൊക്കെയാണ് വരിക? 2ഉം 3ഉം 5ഉം. അപ്പോൾ 2 സെറ്റിലും ഒരേ എലമെൻറ്റ്സ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ എയും പിയും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇപ്പോൾ ഈക്വൽ സെറ്റ് പഠിച്ചു, ഇനി അൺഈക്വൽ ആയിട്ടുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് സക്സസ്. എന്താണ് ഇത്? സി എന്ന് പറഞ്ഞ കളക്ഷൻ എന്താണ്? സക്സസ് എന്നുള്ള വാക്കിലെ ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. അതേതൊക്കെയാണ്? എസ്, യു, സി ആൻഡ് ഇ. ഇനി ഡി എന്ന് പറഞ്ഞ അടുത്തൊരു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. അതേതൊക്കെയാണ് വരിക? പി, ഇ, എ, യു, ടി, ഐ, എഫ്, എൽ ആണല്ലോ. അപ്പോൾ ഈ സിയിലുള്ള സെറ്റിൻ്റെ എലമെൻറ്റ്സും ഡിയിലുള്ള സെറ്റിലുള്ള എലമെൻറ്റുകളും സെയിം ആണോ?
സെയിം അല്ല. അതുകൊണ്ട് സിയും ഡിയും എന്താണ്? ഈക്വൽ അല്ല. ദേ ആർ അൺഈക്വൽ സെറ്റ്സ്. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഉണ്ട്. സപ്പോസ് എ ഈക്വൽ ടു 1 2 3 സെറ്റ് 1 2 3 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 2 2 1 3 3. ഈ രണ്ട് സെറ്റുകളും ഈക്വൽ ആണോ? ഈക്വൽ ആണ്. കാരണം എന്താണ്? എയിലുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 1 ഉം 2 ഉം 3 ഉം. ബിയിലും ഏതൊക്കെയാണ് വരുന്നത്? 1 ഉം 2 ഉം 3 തന്നെയാണ്. പക്ഷേ എയിൽ 3 എലമെൻറ്റ്സ്, ബിയിൽ 5 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആവാതിരിക്കില്ല. ഇവിടെ നമ്മൾ സെയിം എലമെൻറ്റ്സ് ആണ് നോക്കുന്നത്. ബിയിൽ 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റിലെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് മാറ്റി എഴുതിയിട്ട് 1 2 3 തന്നെ എഴുതാമല്ലോ. അപ്പോൾ എയും ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈക്വൽ സെറ്റ് എന്താണ്? 2 സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. സെയിം എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ സെറ്റുകൾ അൺഈക്വൽ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എം ടി സെറ്റ് എന്താണ്, ഫൈനൈറ്റ് സെറ്റ് പഠിച്ചു, ഇൻഫൈനൈറ്റ് സെറ്റ് പഠിച്ചു, ഈക്വൽ സെറ്റ്സ് പഠിച്ചു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.